അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജൂൺഗിരിയിലാണ്, ഉത്തരാഖണ്ഡിലുള്ള ഋഷികേശിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് വെറുതെ ഇരുന്ന് പറ്റുന്നില്ല. അവിടെ ഇത്ര നേരം ഇപ്പോൾ സമയം 3 മണിയായി. ഇന്ന് ഫുള്ള് വെറുതെ ഇരിക്കുകയായിരുന്നു. നമുക്ക് ദിവസം ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സുഖം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് സാധനമൊക്കെ എടുത്തിട്ട് ചുമ്മാ അങ്ങ് ഇറങ്ങി. അവരെല്ലാം ഭയങ്കര ബിസിയാണ്. അപ്പോൾ പിന്നെ അവരൊന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സൺസെറ്റ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ജൂൺഗിരി ആ ഗ്രാമത്തിലൂടെ ഞാൻ നടന്നത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കുറേ ദിവസം ഏതായാലും വണ്ടീൻ്റെ ഒരു റൈഡിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് വണ്ടി മിസ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതുവരെ പോകാത്തൊരു റൂട്ട് ഇവിടുന്ന് മേലേക്ക്, നമ്മൾ താഴേക്ക് ഋഷികേശും മേലേക്ക് നമ്മളിപ്പോൾ കയറിയാൽ വന്ന ഒരു മല. ഇനി ഇതിൻ്റെ മേലേക്ക് ഇഷ്ടംപോലെ കുറച്ചുകൂടെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവരുടെ സാധനമൊക്കെ വാങ്ങുന്ന ഒരു മാർക്കറ്റൊക്കെ ഉണ്ടായി മുകളിൽ. അതുപോലെ മുകളിലേക്ക് തന്നെയാണ് നീലകണ്ഠ ടെമ്പിൾ. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതല്ലാണ്ട് വേറൊരു റൂട്ടുണ്ട്. നമുക്ക് ആ റൂട്ടിൽ നിന്ന് വെറുതെ നമ്മുടെ വണ്ടി കൊണ്ടൊന്ന് പോകാമെന്ന് വെച്ചിട്ട്, പോകുന്ന വഴിക്ക് അങ്ങോട്ടൊക്കെ നല്ല തണുപ്പുമാണ്, പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ടാവും. അതേപോലെ അപ്പോൾ അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇതുപോലെ ബോറിംഗ് ആണെന്നൊക്കെ. അങ്ങനെയുള്ളവർ എന്തായാലും ഈ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്തു. നമ്മൾ ജനുവരി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ യാത്രാ വീഡിയോസുകളൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ചെറിയൊരു റൈഡിങ് വീഡിയോ കേട്ടോ ചെയ്യുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം, എന്തായാലുമൊക്കെ കിട്ടുമോ നോക്കാമല്ലോ. ഇല്ലെങ്കിൽ ജസ്റ്റ് അവിടെ വരെ പോയിട്ട് ഒരു കുറച്ച് ദൂരം സൺസെറ്റ് കാണുന്നിടം വരെ പോയിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങ് പോരും കേട്ടോ. രാവിലെ ഋഷികേശിന് പോയ 2 പേര് കേട്ടോ, നമ്മുടെ ഗീതു ബാബയും മോനിക്കയും. അവരൊക്കെ രാവിലെ പോയി, അവർക്ക് ഓരോരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിങ് ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ അവർ വരികയും ചെയ്തു. വേറെ Guests are waiting for us. That nearby that No. They have already gone. Okay. To the cottage. Then leave it. You're coming? No, I am going for a short drive. Where? I don't know. With whom you are going? I am alone. I am a solo traveler. Oh, so you'll find someone. No. You cannot. I have given him. അവർക്ക് ഇന്ന് അവിടെ കോട്ടേജിലെ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബിസിയാണ് അവർ. ഗസ്റ്റ് ഓൾറെഡി വന്നു. അപ്പോൾ അവരാണ് മാനേജിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരതിൻ്റെ ബിസി. അപ്പോൾ ഏതായാലും അവരങ്ങോട്ട് പോവാം. നമുക്ക് ഹെൽമെറ്റ് ഇതിൻ്റെ മൈക്കൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. ഏകദേശം 10, 15, 20 ദിവസമായി ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് സെറ്റായിട്ട് പോവാട്ടോ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യൂ കാണുന്നത് കേട്ടോ. മീൻസ് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ള നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ ആയി. അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുന്ന് വിടാം. എന്തായാലും ഫുൾ ടാങ്കൊക്കെ അടിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് ഫുള്ള് പെട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പോയി വരാനുള്ള സീനൊന്നുമില്ല. അങ്ങോട്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ചൂടായത് കൊണ്ടാണ് ഗ്ലൗ ഒന്നും ഇടാത്തത്. പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഗ്ലൗ ഇടേണ്ടി വരും. ഞാനതെല്ലാം എടുത്തിട്ടുണ്ട്. I am going for a short drive. Where? To that market or somewhere. You can also visit the Neelkant market. Neelkant market? Yeah. Where? 7 kilometers far from here. It's near going to Neelkant or? Yeah. I already shooted Neelkant last time by the trekking. So I go that another route. Nearby market is a Jungiri. ദേ നമ്മുടെ രജനേഷിൻ്റെ പുതിയ വണ്ടി കേട്ടോ. We can go one day, you will become free. No problem. അപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേക്കുക കണ്ടല്ലേ. പുതിയ എക്സ്പൾസ് കേട്ടോ. ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ എ ഷോർട്ട് ഡ്രൈവ്. നമ്മുടെ മാർട്ടിൻ ബ്രോൻ്റെ മോനാണ്. ഇവരെല്ലാം പുറത്തായിരുന്നു കേട്ടോ. അവിടെ ആരും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ എല്ലാവരും വരികയും ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇറങ്ങിയല്ലേ, ഒരു സംഭവം പോയിട്ട് വരാം. അതുപോലെ നമ്മുടെ രജനീഷ് എക്സ്പൾസ് എടുത്ത് എന്തിനാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ റൈഡറായിട്ടൊന്നുമല്ല. ഇവിടെ മൊത്തം ഇതുപോലെ ഓഫ് റോഡ് ആയതുകൊണ്ട് അങ്ങനത്തെ വണ്ടി വേണം. അപ്പോൾ നമ്മളെന്തായാലും ആ വണ്ടിയിൽ ഒരു രജനീഷിനെയും കൂട്ടിയിട്ട് ഒരു ചെറിയ റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. റൈഡൊന്നുമല്ല, ജസ്റ്റ് ഒരു ഓഫ് റോഡിങ്ങൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ താഴെ റോഡിലെത്തിയിട്ടോ. ഇവിടുന്ന് ലെഫ്റ്റാണ് ഋഷികേശ്. നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റൈറ്റ് നീലകണ്ഠ ടെമ്പിളാണ്. അങ്ങോട്ടൊക്കെയാണ് ആൾക്കാർ ഇഷ്ടംപോലെ. ഋഷികേശിൽ വരുന്നവരൊക്കെ നീലകണ്ഠ ടെമ്പിളോട് വിസിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ റൂട്ട് പോവാം. രജനീഷ് പറഞ്ഞത് നീലകണ്ഠ ടെമ്പിളിൻ്റെ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അത് നമ്മൾ നീലകണ്ഠ പോയപ്പോൾ കണ്ടതാണ്. നീലകണ്ഠ ടെമ്പിളിൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്.
അപ്പോൾ നമ്മൾ ഓൾറെഡി കാണിച്ച സ്ഥലം കൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. റോഡൊക്കെ വളരെ മോശമാട്ടോ ഇങ്ങോട്ട്. അതുപോലെ നമ്മളോട് ഒത്തിരി പേര് മെസ്സേജ് ചോദിക്കുന്നതാണ്, നമ്മളെ പോലീസൊന്നും പിടിക്കില്ല, പോലീസ് ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലേ എന്ന്. ഇത്രയും ദിവസം നമ്മൾ ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഡെറാഡൂണിൽ നിന്ന് ഋഷികേശിന് വരുമ്പോഴാണ് ഋഷികേശിൽ നിന്നാണ് പോലീസ് ആദ്യമായിട്ടൊന്ന് കൈ കാണിക്കുന്നത്. വേറെ ഒന്നും നോക്കിയില്ല, വണ്ടിക്ക് ഇൻഷുർ ഉണ്ടോ എന്ന് മാത്രം നോക്കിയുള്ളൂ, ലൈസൻസ് പോലും നോക്കിയില്ല കേട്ടോ. ഋഷികേശിൽ ഒന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു, ഇപ്പോൾ ഭയങ്കര ചെക്കിംഗ് ആണ്. പുറത്തെ വണ്ടി കാണുമ്പോൾ പുറത്തുള്ളവരെ ഇപ്പോൾ കോവിഡും ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എന്തായാലും നമ്മുടെ വണ്ടീനെ അതൊന്നും നോക്കിയില്ല, ഇൻഷുർ മാത്രം നോക്കി നമ്മളങ്ങ് വിട്ടു. മെയിനായിട്ട് ആൾക്കാർ ഋഷികേശിൽ വന്നിട്ട് ഇതേപോലെ സ്കൂട്ടിയോ അല്ലെങ്കിൽ ബൈക്കൊക്കെ നമുക്ക് റെൻറ്റിന് കിട്ടും. റെൻറ്റിന് എടുത്തിട്ട് വരുന്ന റൂട്ടും കൂടെയാണിത്. നമ്മുടെ നീലകണ്ഠ ടെമ്പിളിലേക്കൊക്കെ ഒരു ദിവസം കറങ്ങാൻ വരും എല്ലാവരും. അപ്പോൾ അവിടെ വരെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അവിടെ ഒരു മല കാണാം, മലേൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെ ട്രക്ക് ചെയ്ത് വേണം പോകാൻ. അതുകൊണ്ട് ഇതുവരെ പോകാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോയി നോക്കട്ടെ. വെറുതെ ഇതേപോലെ ബോറടിച്ചിരിക്കുകയാണല്ലേ, നമുക്ക് അതൊന്നും ഒരു ദിവസം ട്രക്ക് ചെയ്യാം. ഇവിടുന്ന് റൈറ്റാട്ടോ നീലകണ്ഠ ടെമ്പിൾ. ഈ മല കയറി പോകണം. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇത് ഉത്തരാഖണ്ഡിൻ്റെ മറ്റൊരു ഭാഗത്തേക്കൊക്കെ ലാൻഡ്സോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ഒരു ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ്. ഈ റൂട്ടിലൊന്നും ബസ്സില്ല കേട്ടോ. ഇതുപോലുള്ള ബൊലേറോ വണ്ടികളൊക്കെയാണ് ഉണ്ടാവുക. എല്ലാവരും ആശ്രയിക്കുന്ന ഇങ്ങനത്തെ വണ്ടീനെയാണ്. ഒന്നാമത് ബസ് പോകുന്നത് ഡേഞ്ചറായിട്ടുള്ള വഴികളാണ്, അതുകൊണ്ടാണ് ഇവിടെ ചെറിയ വണ്ടികൾ ഓടുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇത്രയും ഈ ടെമ്പിളുകളെല്ലാം ക്ലോസ് ആയതുകൊണ്ട് മേലേക്ക് ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി റൂട്ടിലൊന്നും ഇപ്പോൾ ബസ്സില്ല. അപ്പോൾ ബസ്സില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഷെയർ ടാക്സികൾ കിട്ടും. പൈസ കൂടും, ബസ്സിനേക്കാളും എന്തായാലും കൂടും. പക്ഷേ നമുക്ക് ടാക്സികൾ എല്ലാ റൂട്ടിലും അവൈലബിൾ ആട്ടോ. ഏത് വില്ലേജിലേക്കാണെങ്കിൽ പോലും റോഡുള്ള വില്ലേജ് ആണെങ്കിൽ അങ്ങോട്ടൊക്കെ ടാക്സികൾ ഉണ്ടാവും. ഒരുപാട് പേര് ബസ്സുണ്ട്, ഇപ്പോൾ എന്താ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഉണ്ടാവും എല്ലാവരും. ഇവർ സാധനങ്ങളൊക്കെ വാങ്ങാനേ നമ്മുടെ ജുനിഗിരിയിലെ ആൾക്കാരായാലും എല്ലാവരും സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് ഇവിടോട്ടാട്ടോ. ഇവിടെ ചെറിയൊരു മാർക്കറ്റ് കാണാം. ഈ ഒരു മലേൻ്റെ മുകളിൽ ഇങ്ങോട്ടുള്ള വ്യൂ ഉണ്ട്. ഇവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടോ. ഋഷികേശ് പോകുന്നതിനൊക്കെ നല്ലതവർക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. താഴേക്ക് പോയാൽ ഋഷികേശ് വരെ പോകണം സാധനങ്ങൾ വാങ്ങാൻ. ഇവിടെയാണ് കുറേ റേഷൻ കടയൊക്കെ. ഇവിടെ മീനൊക്കെ കിട്ടുന്നുണ്ട്. ഇതാ റേഷൻ കട ചെയ്ത് നമ്മളെന്താ റോഡുള്ള ഇതിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഓരോ കട വന്നിട്ടുണ്ട്. അടിപൊളി റൂട്ടാട്ടോ, നൈസ്. ഇതിലേക്ക് വന്നത് കാര്യമായി. നമ്മൾ സൺസെറ്റ് കാണാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു മലേൻ്റെ ഈ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത്, അപ്പുറത്തെ സൈഡിലാണ് സണ്ണ്. നമ്മളിപ്പോൾ ഈ മല ക്രോസ് ചെയ്യും. അവിടുന്ന് സൺസെറ്റിന് പറ്റിയ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തും. അത്രേ ഉള്ളൂ നമ്മുടെ പ്ലാൻ. ഇന്നത്തെ സൺസെറ്റ് ഒന്ന് കാണാം. കുറേ നാളെ നമ്മൾ വിൻ്റർ ലൈൻ അന്ന് മനുഷ്യടൻ്റെ ഒപ്പം മസൂരിയിൽ നിന്ന് കണ്ടതാണ്. പിന്നെ സൺസെറ്റ് കണ്ടിട്ടില്ല. സൺസെറ്റാണല്ലോ മെയിൻ. നമുക്കതൊന്ന് കാണാം. നമ്മളിനിപ്പോൾ ആ മല കയറണം. അതിലിങ്ങനെ ഹെയർ പിന്നായിട്ടുള്ള വഴിയാണ്. ഇവിടെ ചെറിയൊരു ഹനുമാൻ ക്ഷേത്രം കാണാം. പ്രാചീൻ ഹനുമാൻ മന്ദിർ. പയ്യ എന്ന് പറയുന്ന ഗ്രാമമാണ്. ആ സൈഡിലാണ് സൺസെറ്റ് വരിക. നമുക്ക് എവിടെയാണ് വ്യൂ കിട്ടുക നോക്കാം. എന്തായാലും കുറച്ചുകൂടെ പോയി നോക്കാം. അവിടെയൊക്കെ ഓരോ ഗ്രാമങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട പോലത്തെ ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടോ. നമുക്ക് തൽക്കാലം ഇവിടെ വണ്ടി നിർത്താം. ഇനി മുന്നോട്ട് പോയാലേ എത്ര ദൂരം പോകേണ്ടി വരുമെന്ന് അറിയത്തില്ല. പിന്നെ വെറുതെ വഴിക്കരികിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ സേഫും അല്ല, ഫോറസ്റ്റുമാണ്. ഇവിടെയൊക്കെ മണ്ണിടിയുന്ന സ്ഥലമാണ്. ഇവിടെ ആകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ താഴോട്ട് ഏതോ ഗ്രാമമുണ്ട് കേട്ടോ. ഇതിലെ വഴി പോകുന്നുണ്ട്, ഒരു കോൺക്രീറ്റ് ചെയ്ത വഴി പോകുന്നുണ്ട്.
പക്ഷെ എത്ര ദൂരം പോകണം എന്നറിയില്ല. ഇല്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാമായിരുന്നു. ഇനിയും ഉണ്ട്, റോഡ് ഇങ്ങനെ ഉണ്ട്. ഇനിയും പോയാലും നമുക്ക് നല്ല വ്യൂ പോയിൻ്റൊക്കെ കിട്ടും. പക്ഷേ ഇവിടുന്ന് കണ്ടില്ലേ, ഇവിടുന്ന് താഴെ ഫുള്ള് ചെറിയ ചെറിയ മലകളാണ്. അങ്ങ് ദൂരെ വലുതും കാണാം, താഴോട്ട് നല്ല കൊക്കയാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് സൺസെറ്റ് കാണാം. പൊളി. ആ വഴി അവിടെയാണ്, അതാണ് ഗ്രാമം. ദേ അവിടെ കാണാം ഒരു ഗ്രാമം. അവിടം വരെ ആ വഴി പോകുന്നുണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകായിരുന്നു. ഇതിപ്പോൾ പുറത്തുനിന്ന് ഒരാളങ്ങോട്ട് ചെല്ലുമ്പോൾ, അത് ഹിന്ദി അറിയാത്ത ഒരാളൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെ ആവും എന്നറിയത്തില്ല. ഇതേതാ സ്ഥലം എന്നൊന്നും ആരും ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഫോണിന് നോ സർവീസ്, റേഞ്ചില്ല. അപ്പോൾ ദേ വണ്ടി കിടക്കുന്ന സ്ഥലം കണ്ടോ, നൈസല്ലേ സ്ഥലം. എങ്ങനെയുണ്ട്? നമുക്കിങ്ങനെ ഒരു ഈവനിങ് വന്ന് നിന്നൊരു സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലമല്ലേ. ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതാണ് സുഖം. നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കാം, നമുക്കിതുപോലെ വരാം, നമുക്കിതുപോലെ സ്ഥലങ്ങൾ കാണാം. വേറെ ആരോടും ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സുഖം. ഒരുപാട് പേര് ചോദിക്കുന്നത് നമ്മളോട് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, ഫ്രണ്ട്സിനെ കൂട്ടാത്തത് എന്തുകൊണ്ടാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടല്ലേ, നമുക്കിപ്പോൾ ഇത് കാണുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു, അധികമൊന്നും ഞാൻ വന്നിട്ടില്ല. ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. രാത്രിയിൽ ഇനി കാട്ടിക്കൂടെ തന്നെ വേണം തിരിച്ചു പോകാൻ. നമ്മുടെ ഫോഗ് ലാമ്പ് വർക്കിംഗ് ആയതുകൊണ്ട് പിന്നെ അധികം പേടിക്കാനൊന്നുമില്ല. ഏതായാലും എല്ലായിടത്തും മല ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ പലയിടത്തും കണ്ടതാണ് നേരത്തെ സൺസെറ്റൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ സമയം 3:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. നേരത്തെ ആയാലോ എന്ന് വെച്ചിട്ട് അവിടെ ഇരുന്ന് ബോറടിച്ചിട്ടുമാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. നമുക്കിങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് കൂടെ ഉള്ളൊരു ഫീലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ എന്തായാലും ഒരു 5 മണിയെങ്കിലും ആവുമായിരിക്കും. 5 മണി 4:30 കഴിയും എന്തായാലും സൺസെറ്റ് ആവണമെങ്കിൽ. ഇപ്പോൾ അതേ സൂര്യൻ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. സമയം ഇനിയും കിടക്കുക. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ഇവിടെ പോസ്റ്റ് ആവും. അവിടെ ഇരുന്ന് പോസ്റ്റ് ആവുന്നതിനൊക്കെ നല്ല ഇവിടെ ഇരുന്ന് പോസ്റ്റ് ആവുന്നല്ലേ. മുझे हिंदी नहीं मालूम. कहाँ का है? मैम इधर से केरकाल. कहाँ जाना है आप? कुछ नहीं, इधर से सनसेट देखने के लिए. ए गांव का नाम क्या है? हाँ ए गांव है उमराना. उमराना. हाँ मैम जाएगा? नहीं क्या क्यों जाना वहाँ? हैं? क्या करने वहाँ? कुछ नहीं, देखने के लिए. नहीं नहीं. ओके गांव में प्रतिबंध है. ओके. हाँ. ഗ്രാമത്തിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചതാ, സമ്മതിച്ചില്ല. എന്തോ സീനുണ്ട്. ഒന്നാമതിപ്പോൾ പുറത്തുനിന്നുള്ളവരൊന്നും അടുപ്പിക്കുന്നില്ല. ഇപ്പോൾ ഒന്നാമത് കൊറോണൻ്റെ ഇഷ്യൂ കൂടെ ഉള്ളത് കൊണ്ടേ പുള്ളിക്കാരൻ കമ്പനി ആവുമായിരുന്നെങ്കിൽ പോകാമല്ലോ എന്ന് വെച്ചിട്ട് മൂപ്പരോട് ചോദിച്ചത്. എന്തോ അവിടെ വർക്കിംഗ് അല്ലാന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഇനി വേറെ എന്തെങ്കിലും സെറ്റപ്പിലുള്ള ഗ്രാമമാണോ, ആൾ താമസം ഉണ്ടാവില്ല. ചിലപ്പോൾ വല്ല കമ്പനിയോ വല്ല ഫാക്ടറിയോ വല്ല ആണോന്നും അറിയത്തില്ല. വർക്കിംഗ് അല്ലാന്നോ ബന്ദ് എന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല കേട്ടോ. ഇനിയും കൊറോണ ആയതുകൊണ്ട് ഞാനാണ് ഹിന്ദി അറിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇനിയും ഹിന്ദി അറിയില്ല എന്ന് പറയാൻ പാടില്ല ശരിക്കും. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാമല്ലോ ഹിന്ദി അറിയില്ല. അപ്പോൾ പുറത്തുനിന്ന് തന്നെ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെയാണെന്ന് പറഞ്ഞത്, കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞില്ല. എന്നിട്ടും പുള്ളിക്കാരനെ സമ്മതിച്ചില്ല. കുഴപ്പമില്ല, നമുക്കിവിടെ നിന്ന് സൺസെറ്റ് കാണാം. അതേ സമയം 5 മണി. ഞാൻ ഇവിടെ ഈ വെയിറ്റ് ഷെഡിനകത്തായിരുന്നു. ദേ അവിടെ കണ്ടോ, നല്ല അടിപൊളി സൺസെറ്റ് സെറ്റായി വരുന്നുണ്ട്. ഞാൻ ഈ വണ്ടിയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് കുറച്ച് നല്ല അടിപൊളി വീഡിയോ ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഏതായാലും ഒന്ന് കാണുക. കണ്ടല്ലേ, അടിപൊളിയല്ലേ. നമ്മളിവിടെ വരെ വന്നത് ഏതായാലും വെറുതെ ഇല്ല. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഫുള്ള് കാലിയായി. അതുപോലെ അവിടെ ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഫുൾ സണ്ണും പോവും. അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് പോകും കേട്ടോ. അധികം ഇരുട്ടാവുന്ന വരെ നമ്മൾ നിൽക്കുന്നില്ല. ജസ്റ്റ് വരെ ഇതൊന്ന് കാണുക. കുറേ നാൾ നമ്മൾ ഒരിടത്ത് തന്നെ ഇരുന്ന് ബോറടിക്കൂലേ. അപ്പോൾ എന്തായാലും വന്നാൽ ഏതായാലും വെറുതെ ഇല്ല. ഇത് ഇവിടെയൊക്കെ എന്തിൻ്റെയൊക്കെയോ കാട്ടം കിടക്കുന്ന കാണാം കേട്ടോ. ഇവിടെയൊക്കെ ഇനി മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അറിയത്തില്ല. ഈ കാണുന്നതൊക്കെ രാജാജി നാഷണൽ പാർക്കിൽ വിടുന്ന ഫോറസ്റ്റ് സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല കീടില്ല, നല്ല അടിപൊളി സൺസെറ്റ്. ദേ സൺസെറ്റൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ നല്ല മേഘങ്ങളും നല്ല ഭംഗിയായിട്ട് കാണാൻ. അതുപോലെ നല്ല ചുമന്ന കളറിൽ. അതുപോലെ നമ്മുടെ ഈ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഇതിനകത്ത് 2 വിൻഡോ ഉണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇതിനകത്തൂടെ കാണുന്നത് കണ്ടോ, നല്ല കറക്റ്റാ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കറക്റ്റാ സൺസെറ്റ് കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, അടിപൊളി വ്യൂ ആട്ടോ ഇതിനകത്തിരുന്ന് കാണുമ്പോൾ.
നമ്മളിതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം എന്തായാലും ഫോളോ. ഇൻസ്റ്റൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജൂൺഗിരിയിലെ വിഘ്നേഷ് ബ്രോൻ്റെ നമ്പറും അവരുടെ ഗീതുബാബിൻ്റെ ഇൻസ്റ്റേൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കുക. നിങ്ങൾ ഋഷികേശിലൊക്കെ വരുമ്പോൾ എന്തായാലും ജൂൺഗിരി കൂടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. വലിയ കണ്ടൻ്റ് ഒന്നുമില്ല, ചുമ്മാ സൺസെറ്റ് കാണാൻ വേണ്ടി വെറുതെ ഇറങ്ങി വെറുതെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും വന്നത് നന്നായി, എനിക്ക് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റി. അതുപോലെ വലിയ തിരക്കോ ആളുകളോ ഒന്നുമില്ല, സ്വസ്ഥമായിട്ട് ഇവിടെ ഒരു 1-1.5-2 മണിക്കൂറിനടുത്ത് ഇവിടെ വെറുതെ ഇരുന്ന് ചിലവഴിച്ച് ഏതായാലും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. മാക്സിമം എല്ലാവർക്കും ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.